ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതിന്റെ ലക്ഷണം കാണിക്കുന്ന അവയവം ഏത്? കണ്ണ്, കഴുത്ത്, കാൽപാദം, ത്വക്ക്. ഉത്തരം കണ്ണ്. കണ്ണിന്റെ കോർണിയയ്ക്ക് ചുറ്റും വെളുത്തതോ ചാരനിറമുള്ളതോ ആയ വളയങ്ങൾ കാണുന്നത് കൊളസ്ട്രോൾ കൂടുന്നതിന്റെ ഒരു ലക്ഷണമാണ്. സമയത്ത് കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നറിയാൻ കേരളത്തിലെ സ്കൂളുകളിൽ നടത്തുന്ന സംവിധാനം: കുടിവെള്ളം, വാട്ടർ ബ്രേക്ക്, തെളിനീർ, വാട്ടർ ബെൽ. ഉത്തരം വാട്ടർ ബെൽ. സ്കൂളുകളിൽ ദിവസത്തിൽ 3 തവണ ബെല്ലടിക്കുന്നു. രാവിലെ 10:35-നും, രണ്ടാമത്തേത് ഉച്ചയ്ക്ക് 12-നും, മൂന്നാമത്തേത് 2 മണിക്കും. ഈ വണി മുഴങ്ങുമ്പോൾ കുട്ടികളോട് വെള്ളം കുടിക്കാൻ നിർദ്ദേശിക്കുന്നു. ഡിസ്ചാർജ് ലാമ്പിൽ പ്രകാശത്തിന്റെ നിറം പച്ചയാണെങ്കിൽ വിളക്കിൽ ഏത് വാതകമാണ് ഉള്ളത്? നിയോൺ, ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ. ഉത്തരം ക്ലോറിൻ. വിളക്കിനുള്ളിലെ പ്രകാശത്തിന്റെ നിറം വാതകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് സോഡിയം മഞ്ഞ നിറം നൽകുന്നു, നിയോൺ ഓറഞ്ച് ചുമപ്പ് നിറം നൽകുന്നു. അതുപോലെ ക്ലോറിൻ വാതകം ഡിസ്ചാർജ് ലാമ്പിൽ നിന്ന് പച്ച നിറം നൽകും. പ്രാചീന കാലഘട്ടത്തിൽ ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ. ഉത്തരം പെരിയാർ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ നദിയെ ചൂർണി നദിയെന്ന് വിശേഷിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ജാതിക്ക, ഏലം, കറുകപ്പട്ട, കുരുമുളക്. ഉത്തരം കറുവപ്പട്ട. മധുരവും എരിവും ഊർജ്ജസ്വലതയും ഊഷ്മളമായ സൗരഭ്യത്താൽ ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കുന്ന കറുവപ്പട്ട പ്രകൃതിദത്തമായ ഊർജ്ജദായകമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഊർജ്ജ തകരാറുകൾ തടയാനും ഇതിന് കഴിയും. ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏത്? ത്വക്ക്, പല്ല്, ഹൃദയം, കരൾ. ഉത്തരം പല്ല്. ഇത് ഇനാമൽ ശോഷണം അല്ലെങ്കിൽ പല്ല് നശിക്കാൻ കാരണമാകും. നാരങ്ങകൾ ഉയർന്ന അസിഡിറ്റിയുള്ള സിട്രസ് പഴങ്ങളാണ്. കിണറിന്റെ അടുത്ത് നടാൻ പാടില്ലാത്ത പൂച്ചെടി ഏത്? മഞ്ഞ അരളി, റോസ്, ചെമ്പകം, പിച്ചി. ഉത്തരം മഞ്ഞ അരളി. പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിൽ കിണറിന്റെ സമീപത്ത് നടാൻ പാടില്ലാത്ത ചെടിയാണ് മഞ്ഞ അരളി എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഈ ചെടിയുടെ പൂവും കായും എല്ലാം മാരകമായ വിഷമാണ്. വെള്ളത്തിൽ വിഷം കലരാതിരിക്കുക എന്നത് ഒരു കാരണമാകാം. ബുദ്ധപ്രതിമയുടെ തലയിലിരിക്കുന്ന ജീവി ഏത്? അട്ട, പാമ്പ്, വിര, ഒച്ച്. ഉത്തരം ഒച്ച്. 108 ഒച്ചുകൾ ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധനെ കത്തുന്ന ചൂടിൽ നിന്ന് രക്ഷിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി ബുദ്ധന്റെ തലയിൽ കയറിയിരുന്നു. ഒടുവിൽ അവർ ജീവൻ ത്യജിച്ചു. ഉയർന്നതും വിശാലവുമായ നെറ്റിത്തടമുള്ള വ്യക്തികളുടെ ഗുണം എന്ത്? ഭാഗ്യം, പ്രണയം, ദുഃഖം, ദാരിദ്ര്യം. ഉത്തരം ഭാഗ്യം. ഉയർന്നതും വിശാലവുമായ നെറ്റിത്തടമുള്ള വ്യക്തികളെ തേടി സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വരുമെന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നു. ദ്രോഹിച്ചാൽ മരണം വരെ അത് മറക്കാത്ത നാളുകാർ ആര്? അശ്വതി, കാർത്തിക, മകയിരം, പുണർതം. ഉത്തരം അശ്വതി. അശ്വതി നക്ഷത്രക്കാരോട് ആരെങ്കിലും വിശ്വാസവഞ്ചന കാണിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ, അതായത് മരണം വരെ അവർ മറക്കുകയില്ല. അവർ അത് മനസ്സിൽ വെച്ച് പെരുമാറുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
നാളെ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ